ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മാംഗോ ഡിലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും 3 ചേരുവകൾ മാത്രം വെച്ച് ചെയ്തെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടൈമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളിതിൽ ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോൺഫ്ലോർ ആണ് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചൈനാഗ്രാസും ജെലാറ്റിനും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെക്കണം. അപ്പോൾ കോൺഫ്ലോർ അധികം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചൊവ അധികം മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ മാംഗോ ഡിലൈറ്റ് സാധാരണ നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആ ഒരു അലുവേൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കോൺഫ്ലോർ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മളിത് കലക്കിയെടുക്കണം. കാരണം നമ്മൾ മാങ്ങ ഇതിലേക്ക് അരച്ചിട്ട് നമ്മൾ ഇതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ട് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് മാങ്ങ എടുക്കാം. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് 2 നല്ല പഴുത്ത മാങ്ങ തന്നെ ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടൊന്ന് കൊണ്ടുവരണം. മാങ്ങ നല്ല പഴുത്തന്നെ ആകുമ്പോൾ നമുക്ക് പഞ്ചസാരേൻ്റെ അളവ് നന്നായിട്ട് കുറക്കാൻ പറ്റും. ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ നല്ല കളറിലുള്ള പഴുത്ത മാങ്ങയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ കാണാനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ 2 മാങ്ങയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഈ മാങ്ങയെല്ലാം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം ഇതുപോലൊരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കാരണം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ വലിയ സൈസ് ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നാലും ചെറിയ പീസാക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നതാണ്. ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഈ മാംഗോ ഡിലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. ഇതിൽ കുറച്ച് ഭാഗം മാങ്ങ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ആ ഡിലൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മേലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ല. ഇനി നമുക്ക് ഇത് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി. ഇതുപോലെ നോൺ സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്നൊക്കെ വേഗം വിട്ട് കിട്ടും. അപ്പോൾ ഈ പാനിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും നല്ല മധുരത്തോടെ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മളെ ആ കോൺഫ്ലോർ മിക്സറും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ സാധാരണ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് ഭയങ്കര കുറുകിയിട്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വറ്റി കിട്ടാൻ തുടങ്ങും. നമ്മളിതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ടാകും. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അധികം അങ്ങനെ അടിക്ക് പിടിക്കില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്ന് സൂക്ഷിക്കണം. കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ പശു നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാനിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പശു നെയ്യ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ നമുക്കത് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മാങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം. അത്ര വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു കട്ടി യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിൽ നിന്ന് ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി പശുനെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പശുനെയ്യൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം യൂസ് ചെയ്താൽ മതി. ഞാനിത് ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതേ ഉള്ളൂ. കാരണം നമുക്കറിയാം നെയ്യ് കൂടുന്തോറും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് അത് ആ ചൂടോടെ തന്നെ മാറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് നെയ്യാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ സ്പൂണിന് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടോ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം തന്നെ വിട്ട് കിട്ടും. കാരണം നമ്മളിതിൻ്റെ അടിയിലൊക്കെ എണ്ണ പുരട്ടിയതാണ്. അപ്പോൾ വേഗം ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് വിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, അപ്പോൾ വേഗം വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ആ ഒരു അലുവേൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വയലറ്റ് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു മാംഗോ ഡിലൈറ്റാണിത്. ഇപ്പോൾ മാങ്ങേൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കോക്കനട്ട് പൗഡറിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ആ ഒരു കോക്കനട്ടിൻ്റെ പൗഡറിൻ്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണ്. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങേൻ്റെ ഇത് കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നല്ല കാണാൻ ഭംഗി ഉണ്ടാകും. അപ്പോൾ പഞ്ചസാര അതിൻ്റെ മുകളിൽ വരുമ്പോൾ ആ ഒരു മധുരം കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഏതൊരു ഫ്രൂട്ട്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രോബെറി ആയി കഴിഞ്ഞാലും ഓറഞ്ച് ആയി കഴിഞ്ഞാലും ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം. അതുപോലെ പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നല്ല പച്ച കളറൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചൊരു പുളിപ്പ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കട്ടായിട്ട് വരുന്നുണ്ട്. കാരണം വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്